ഈ അവിടെ നിൽക്കുമ്പോൾ സൗണ്ടിൻ്റെ വ്യത്യാസം നമ്മൾ കേട്ടപ്പോൾ ഇവരാരും എൻ്റെ കൂടെ 2 സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു. അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ കയ്യിലുള്ള ഫോൺ കൊടുത്തിട്ട് ഇതുകൊണ്ട് ഓടി ഒന്ന് ചാടുകയായിരുന്നു. നമുക്ക് പഴയ പോലെ വെള്ളത്തിന് മേലെ ടോപ്പിൽ കയറിയിട്ട് നമുക്ക് അതിനെ പിടിച്ചു കൊണ്ടുവരുന്ന അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു സംഭവത്തിൽ നീന്താൻ ആർക്കും കിട്ടത്തില്ല, കാലൊന്നും അത് ചെയ്യത്തില്ല. നമ്മുടെ ഒരു സുഹൃത്തിനെ അതേപോലെ 4ൽ പഠിക്കുമ്പോൾ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ശരത്തായിരുന്നു പേര്. അതിൽ നമ്മൾ അന്ന് ജില്ലാ കളക്ടർ അനിൽകുമാർ സാറായിരുന്നു. അപ്പോൾ അംഗീകാര പത്രം അനുമാനത്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. GLP നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മുണ്ടൂർ മൂഴികുന്നത്ത് കഴിഞ്ഞ ദിവസം 4 പേർ ഈ കാണുന്ന കുളത്തിൽ മുങ്ങിത്താഴാൻ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഫോട്ടോഗ്രാഫർ മധു ഇതിലൂടെ കടന്നു വരികയായിരുന്നു. 4 പേരെയും രക്ഷിച്ച മധു ഇന്ന് നാടിൻ്റെ അഭിമാനമാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നേരത്തെയും വളരെ ചെറുപ്പത്തിലും ഈ തരത്തിലൊരു അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിച്ചതിന് അംഗീകാരമടക്കം മധുവിനെ തേടി എത്തിയിട്ടുണ്ട്. എന്താണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട കാഴ്ച? നമസ്കാരം. നമ്മൾ മിലിങ്ങാന്ന് അതായത് നമ്മൾ ബുധനാഴ്ച ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോൾ നമ്മളിവിടെ എത്തുന്നത്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോൾ നമുക്ക് ഒരു ഹെൽത്തി ഷൂട്ട് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഇന്നലത്തെ വെഡ്ഡിങ്ങിൻ്റെ ഒരു ഹെൽത്തി ഷൂട്ട് മിലിങ്ങാന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് 3 മണി പറയുമ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് കുറച്ച് നേരത്തെ എത്തേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ 12 മണിയാകുമ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളവിടെ ഒരു ഫ്രൂഗത്തിന് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു 12 കാലമാകുമ്പോൾ ഒരു അലക്കനൊക്കെ വരുന്നുണ്ട് കണ്ടു, നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം അവർ മുമ്പ് നമ്മൾ 2 ആഴ്ച മുമ്പൊക്കെ അവരിവിടെ കുളിക്കുന്നത് കണ്ടതാണ്. കുട്ടികൾ നല്ല ഉല്ലസിച്ച് കുളിക്കുന്നത് കണ്ടതാണ്. അന്ന് ആ സമയം വെള്ളം ഈ ഒരു പാതിയായിരുന്നു, ഇടുപ്പിൻ്റെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് 4 ദിവസം രാത്രി സമയങ്ങളൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് കൂടി വെള്ളം അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരെടുത്ത് ചാടുകയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നമുക്ക് അലർച്ച മാത്രം കേട്ടിട്ടാണ് പോകണത്. 2 പേര് ഓൾറെഡി ചാടിയിട്ട് വെള്ളത്തിൽ പെട്ടുകയായിരുന്നു. അപ്പോൾ അതിനെ രക്ഷിക്കാൻ ഒരു കുട്ടി, കരയിലുള്ളൊരു കുട്ടി ഇറങ്ങി ആ കുട്ടിയും കൂടി അതിൽ പെട്ടുപോയായിരുന്നു. പിന്നെ ആ ആ അമ്മയുണ്ടായിരുന്നു, ഒരു കുട്ടിയുടെ അമ്മയാണ് അത്. ആ അമ്മയെ അവർ 3 പേരും രക്ഷിക്കാൻ ഇറങ്ങി അമ്മയും കൂടി പെടുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ അവിടെ നിൽക്കുമ്പോൾ സൗണ്ടിൻ്റെ വ്യത്യാസം നമ്മൾ കേട്ടപ്പോൾ ഇവരാരും എൻ്റെ കൂടെ 2 സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു. അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ കയ്യിലുള്ള ഫോൺ കൊടുത്തിട്ട് ചെറിയൊരു പ്രശ്നം പറഞ്ഞും കൂടി ഫോൺ കൊടുത്തുകൊണ്ട് ഓടി ഒന്ന് ചാടുകയായിരുന്നു. പിന്നെ ഇവിടെ ആഴം കൂടിയത് നമുക്കത്ര മനസ്സിലായില്ല. നമുക്ക് പഴയ പോലെ വെള്ളത്തിന് മേലെ ടോപ്പിൽ കയറിയിട്ട് നമുക്ക് അതിനെ പിടിച്ചു കൊണ്ടുവരുന്ന അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലിരുന്നിട്ട് നമ്മുടെ മണലിൽ പുഷ് ചെയ്തിട്ട് അതിനെ തള്ളി നമ്മൾ ആഴമില്ലാത്ത ഒരു ഭാഗത്തേക്ക് എത്തിക്കുകയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ നീന്തൽ അറിയാവുന്ന ആളുകളായിരുന്നു. നീന്തൽ അറിയില്ല, അവർക്ക് അറിയില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കാഴ്ചപ്പാട്. ആ വെപ്രാളത്തിൽ എന്തായാലും വെള്ളത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നീന്തൽ അറിയുന്ന ആളായാലും ആ ഒരു സംഭവത്തിൽ നീന്താൻ ആർക്കും കിട്ടത്തില്ല, കാലൊന്നും അത് ചെയ്യത്തില്ല. പിന്നെ നമ്മളെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ കഴുത്തിലും ഈ മുടിയിലൊക്കെ പിടിച്ച് ഡ്രസ്സിലൊക്കെ പിടിച്ച് നമ്മൾ കുറേ വെള്ളം കുടിച്ചു. അവർക്ക് പേടിയുണ്ടായിരുന്നില്ല ആ സമയത്ത്? ഇല്ല, നമുക്ക് അറിയണ കുളം, നമ്മൾ ചെറുപ്പം മുതൽ ഇവിടെ ഉള്ളതല്ലേ, നമുക്ക് അതിൻ്റെ ആഴം എല്ലാം അറിയാം പെട്ടെന്ന്. പക്ഷേ എനിക്കൊരു കൺഫ്യൂഷനായി, പെട്ടെന്നുള്ള വെള്ളം കൂടുതൽ കൊണ്ട് എനിക്കും അത് എന്താ ചെയ്യണത്. എനിക്കും കയറുമ്പോഴും പാറ ചവിട്ടി വഴുക്കി ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ 4 പേരും സേഫ് ആക്കാൻ പറ്റി. ഞങ്ങൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ രക്ഷിക്കുന്നത്, മുൻപും ഇത്തരത്തിലുള്ള അനുഭവം. നമ്മുടെ ഒരു സുഹൃത്തിനെ അതേപോലെ 4ൽ പഠിക്കുമ്പോൾ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ശരത്തായിരുന്നു പേര്. അതിൽ നമ്മൾ അന്ന് ജില്ലാ കളക്ടർ അനിൽകുമാർ സാറായിരുന്നു. അപ്പോൾ അംഗീകാര പത്രം അനുമാനത്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. GLP നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2 മാസം മുമ്പ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തന്നെ വീട്ടിൽ അവരുടെ ചേട്ടൻ്റെ കുട്ടി വീട്ടിൽ ലോക്കായി പോയി. അതായത് ഗ്യാസ് സ്റ്റൗ ഓണായിരുന്നു, അമ്മ പുറത്ത് അലക്കായിരുന്നു. അപ്പോൾ കുട്ടി ഉള്ളിലുള്ള അടുക്കള ഡോറ് ക്ലോസ് ചെയ്തു, ഗ്യാസ് സ്റ്റൗ ഓണായിരുന്നു. അപ്പോൾ അതിൽ അവർക്ക് ഒന്നും ചെയ്യാനത് ഡോറ് തുറക്കാനും പറ്റുന്നില്ല. അപ്പം നമുക്ക് ഇവിടെ ആൾ വർക്കിന് പോയിരിക്കായിരുന്നു, മണ്ണാർക്കാടായിരുന്നു. അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി അവിടെ കടപ്പാറ കൊണ്ട് ഡോർ കുറേ നേരം ഒരു 10-20 മിനിറ്റ് കുത്തി പൊട്ടിച്ച് അതിന് സേഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഓർക്കേണ്ടത് മധു അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിന് വേണ്ടി പോവുകയായിരുന്നു, ഹൽദി ഷൂട്ടിന് വേണ്ടി പോവുകയായിരുന്നു. അപ്പോൾ നന്നായി ഡ്രസ്സൊക്കെ ചെയ്ത് ആണ് പോകുന്നത്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്നിരിക്കെ പോലും ആ 4 ജീവനുകൾ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായിട്ടുള്ള പരിഗണന. രണ്ടാമത്തെ ഒരു ഘടകം മാത്രമാണ് തങ്ങളുടെ ജോലിയൊക്കെ. എന്തായാലും ആ കൃത്യമായി നിർവഹിച്ച, തൻ്റെ ധർമ്മം കൃത്യമായി നിർവഹിച്ച മധുവിന് നാട് ഇപ്പോൾ അംഗീകാരങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ അപ്പുറത്തും അദ്ദേഹത്തിന് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് ഈ ജീവനുകൾ രക്ഷിക്കാനായി എന്നുള്ളത് തന്നെയാണ്. രാജീവ് സുദേവനൊപ്പം മുണ്ടൂരിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24.